ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇനി ഈ ഭാഗത്ത് വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസിങ് എന്താണ് എന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് വരുന്നതാണ് ടൈപ്സ്. പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണുള്ളത്. ഒന്ന് ലൈൻ ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, തേർഡ് വൺ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് പറയാം. ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ആദ്യം പറയുന്നത്. ഇറ്റ് ഈസ് an oldest type of organization. Oldest type of organization structure ആണ് ലൈൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കേലാർ ഓർ മിലിറ്ററി ഓർഗനൈസേഷൻ. മറ്റൊരു അർത്ഥത്തിൽ പറയുന്നതാണ് മിലിറ്ററി ഓർഗനൈസേഷൻ. In this type of organization, there is a vertical line of authority running from the top to the bottom of the organization. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടാവും. ടോപ്പിൽ നിന്നും ബോട്ടമിലേക്കുള്ള താഴെയിലേക്കുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടാവും. നമ്മൾ സ്കേലാർ ചെയിൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ആൾ താഴേക്ക് ഒരു ഹൈറാർക്കി രൂപത്തിൽ മാത്രമേ അവിടെ എന്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. Each subordinate receive orders from his immediate superior alone and is responsible to him only. അപ്പോൾ എല്ലാ സബോർഡിനേറ്റും ഓർഡർ എവിടുന്നാണ്? ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അലോൺ. ആ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അടുത്ത് നിന്ന് മാത്രമേ ഓർഡർ റിസീവ് ചെയ്യുള്ളൂ. ദെൻ അദ്ദേഹത്തിന് ആ ഒരു സബോർഡിനേറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരാണ് അയാളുടെ സുപ്പീരിയർ, ആ സുപ്പീരിയർക്ക് മാത്രമേ അയാൾക്ക് റെസ്പോൺസിബിൾ ആവാനായിട്ട് പറ്റുള്ളൂ. മറ്റുള്ള ആളുകൾ പറയുന്നതൊന്നും ആ ഒരു സബോർഡിനേറ്റിന് കേൾക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഒരാളുടെ കീഴിൽ ഒരാൾ മാത്രം, ഒരാളുടെ കീഴിൽ കുറച്ച് പേര്, ആ ഒരു താഴെ വരുന്ന ആൾ മറ്റൊരാൾക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രൂപത്തിൽ ഒരു ലൈൻ ഓഫ് അതോറിറ്റി എപ്പോഴും ഉണ്ടാവും. ആ ഒരു ഹൈറാർക്കി രൂപത്തിൽ മാത്രമേ മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ പാടുള്ളൂ അല്ലെ. ആ ഒരു മിലിറ്ററിയിലൊക്കെ അങ്ങനെയാണ് അല്ലെ. ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു തലവനാണ് ബാക്കിയുള്ളവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത്. അയാൾ പറയുന്നത് മാത്രമേ മറ്റുള്ളവർക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ചെറിയൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ള എംപ്ലോയി ആണ് സിഇഒ. അവരുടെ താഴെ 2 മാനേജേഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ. ഈ പ്രൊഡക്ഷൻ മാനേജറിന് നേരിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ വരിക. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ പ്രൊഡക്ഷൻ മാനേജറിന്റെ താഴെ ഫോർമാൻ ഉണ്ട്, ഫോർമാന്റെ താഴെ വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഈ വർക്കേഴ്സിന് നേരെ സുപ്പീരിയർ ആയിട്ടുള്ള ഈ ഫോർമാനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ ഫോർമാൻ നേരെ ഈ മാനേജർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ മാനേജർ ആണ് നേരെ സിഇഒക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഫോർമാൻ ഇവിടെയുള്ള സെയിൽസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നേരിട്ട് ഒരു മിലിറ്ററി ആണ്, ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നേരിട്ട് ഒരു ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടാവും. ഇവിടുന്ന് ഹൈറാർക്കി രൂപത്തിൽ മാത്രമേ ഈ വർക്കേഴ്സിനടുത്ത് കമ്മ്യൂണിക്കേഷൻ എത്താനായിട്ട് പറ്റൂ. ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയുന്നത്. സിമ്പിൾ ആൻഡ് ഈസി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് വർക്കേഴ്സ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വർക്കേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആർക്ക് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായ രൂപം അവിടെ ഉണ്ടാവും. Then the authority and responsibility of each position is clearly defined. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും, ആർക്കാണ് ഓർഡർ കൊടുക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ ആർക്ക് റെസ്പോൺസിബിൾ ആണ് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ പൊസിഷനിലും ആർക്കൊക്കെ എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത്, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഈ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. There is unity of command as each executive has full control over his subordinate. നേരത്തെ നമ്മൾ പറഞ്ഞു യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അല്ലെ. വൺ മാൻ വൺ ബോസ് എന്നൊരു പ്രിൻസിപ്പിൾ ആണ് ഈ ഒരു ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഓരോ എക്സിക്യൂട്ടീവ്സിനും ഓരോ സുപ്പീരിയറിനും ആ സബോർഡിനേറ്റ്സിന് ഫുൾ കൺട്രോൾ അയാൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ensures better discipline because each manager has a direct and close contact with his subordinate. നല്ലൊരു ഡിസിപ്ലിൻ ഇവിടെ ഉറപ്പാക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? മാനേജർക്ക് ഒരു ഡയറക്റ്റ് ആൻഡ് ക്ലോസ് കോണ്ടാക്ട് ആണ് ഉണ്ടാവുക അല്ലെ. സബോർഡിനേറ്റ്സിന് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്, മറ്റാരോ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. Then it facilitates prompt decision because a manager has not to consult staff specialist. Speedy action is possible. ഇവിടെ വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയും. കാരണം എന്തുകൊണ്ടാ? മാനേജറിന് മറ്റു സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റിന് എന്തെണ്ട ആവശ്യമില്ല, കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് സ്പീഡി ആയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് പറ്റും.
എക്സിസ്റ്റ് പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൃത്യമായ രീതിയിൽ നടക്കുന്നത്. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. There is a lack of specialization. Specialization ഒന്നും ഉണ്ടാവില്ല. This is because each department manager is concerned only with the activities of his own department. ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടാവും. ആ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു സർവീസോ മറ്റു കാര്യങ്ങളോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇടപെടാനായിട്ട് കഴിയില്ല അല്ലെ. ലൈൻ ഓർഗനൈസേഷൻ ആകുമ്പോൾ ആ ഒരു ഹൈറാർക്കി രൂപത്തിൽ മാത്രമേ വരാനായിട്ട് കഴിയുള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകം കഴിവുള്ള ആൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കഴിയില്ല. ഇറ്റ് മേ റിസൾട്ട് ഇൻ ഓട്ടോക്രാറ്റിക് കൺട്രോൾ. ഒരു ഓട്ടോക്രാറ്റിക് കൺട്രോൾ ആണ് അല്ലെ. ഒരു വൺ ബോസ് ആണ്. അയാൾ ആ ഒരു ബോസിന് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന് ഫുൾ കൺട്രോൾ അയാൾക്കായിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഓട്ടോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയാനുള്ള കാരണം. ഈച്ച് മാനേജർ ഹാസ് മോണോപ്പൊളി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹി മേ നോട്ട് ലിസൺ ടു ദ സജഷൻസ് ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന്റെ ഒരു തരത്തിലുള്ള സജഷൻസോ മറ്റു കാര്യങ്ങളോ ഒപ്പീനിയനോ മാനിക്കാത്ത രൂപത്തിൽ ആ ഒരു മാനേജറിന് ഒരു ഡിസിഷൻ മേക്കിംഗ് മോണോപ്പൊളി ഉണ്ടായിരിക്കും. അദ്ദേഹം പറയുന്നത് കാര്യം മാത്രമേ സബോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സബോർഡിനേറ്റ്സിന് ഒരു തരത്തിലുള്ള സജഷൻസും ഒപ്പീനിയൻസും പരിഗണിക്കില്ല. ആ മാനേജർക്ക് ഒരു മോണോപ്പൊളി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കും. ദെൻ സബോർഡിനേറ്റ്സ് ആർ നോട്ട് സപ്പോസ്ഡ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബോർഡിനേറ്റ്സിന് ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനും കഴിയില്ല. ദർ ഈസ് വെരി ലിറ്റിൽ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും ഉണ്ടാവുക. കാരണം ആ സുപ്പീരിയർ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളതാണ് സബോർഡിനേറ്റ്സിന്റെ ഡ്യൂട്ടി. സബോർഡിനേറ്റ്സിന് യാതൊരുവിധ സജഷൻസോ മറ്റു കാര്യങ്ങളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സുപ്പീരിയറിനോട് പറയാനായിട്ട് സബോർഡിനേറ്റിന് കഴിയുള്ളൂ. അതുകൊണ്ടാണ് വെരി ലിറ്റിൽ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാരണം. റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ആണ്. റിജിഡും ആണ് ഇൻഫ്ലെക്സിബിൾ ആണ്. നോട്ട് സൂട്ടബിൾ ഫോർ ലാർജ് എന്റർപ്രൈസസ്. ലാർജ് എന്റർപ്രൈസസ് ആണെങ്കിൽ സൂട്ടബിൾ അല്ല. ചെറിയ ചെറിയ വളരെ കുറഞ്ഞ എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. രണ്ടാമത്തേതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Under functional organization, the organization is divided into a number of functional areas. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ആ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ഏരിയാസ്, നമ്പർ ഓഫ് ഫങ്ഷണൽ ഏരിയാസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉണ്ടാവും. ഈച്ച് ഫംഗ്ഷൻ ഈസ് മാനേജ്ഡ് ബൈ എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഏരിയ. ഫംഗ്ഷൻ എന്ന് അവിടെ പറയുന്നത് മാർക്കറ്റിംഗ് ആവാം, ഫിനാൻസ് ആവാം, അക്കൗണ്ട്സ് ആവാം, സെയിൽസ്, മറ്റുള്ള എന്തൊക്കെ ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ടോ ആ ഫങ്ഷൻസ് ആ ഫങ്ഷണൽ ഏരിയാസ് ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഏരിയയിലും, ഓരോ ഫങ്ഷണൽ ഏരിയയിലും ഓരോ എക്സ്പേർട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ടാവും. എവരി ഫങ്ഷണൽ ഏരിയ സെർവ്സ് ഓൾ അതർ ഏരിയാസ് ഇൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. ആ ഫങ്ഷണൽ ഏരിയാസിന് ഓരോ എക്സ്പേർട്ടുകൾ ഉണ്ടാവും. ആ എക്സ്പേർട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യും, സെർവ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. നോക്കാം നമുക്ക്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ടോപ്പില് മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, താഴെ പ്രൊഡക്ഷൻ മാനേജർ, then ഇപ്പുറത്ത് സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ ഒക്കെ ഉണ്ടാവും കേട്ടോ. then പ്രൊഡക്ഷൻ മാനേജറുടെ താഴെ എഞ്ചിനീയർ, then സൂപ്രണ്ട് ഓഫ് പ്രൊഡക്ഷൻ, കെമിസ്ട്രി. ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഏരിയാസിലെ സ്പെഷ്യലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ ഫോർമാൻ, വർക്ക്മാൻ ഉണ്ട്. നമ്മൾ നേരത്തെ ലൈൻ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, പ്രൊഡക്ഷൻ മാനേജർ, എഞ്ചിനീയർ, ഫോർമാൻ, വർക്ക്മാൻ, ഈ ഒരു ലൈന് മാത്രമേ വരാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഫോർമാൻ എഞ്ചിനീയറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സൂപ്രണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ദെൻ അതേപോലെ കെമിസ്റ്റുമായി എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇയാൾക്ക് അതേപോലെ 3 പേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇയാൾക്കും അതുപോലെ തന്നെ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വൺ മാൻ വൺ ബോസ് എന്നൊരു പ്രിൻസിപ്പിൾ ഇവിടെ ഇല്ല. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സേവനം ഈ ഒരു സ്പെഷ്യലിസ്റ്റ് കൊടുക്കുകയും അതുപോലെ താഴെയുള്ള വർക്കേഴ്സിനെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളവരോട് പറയാനും
ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഫങ്ഷണൽ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഫങ്ഷണൽ ഏരിയാസിന് എന്തുണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും, മാനേജർ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ ഫങ്ഷണൽ ഏരിയാസിലും സർവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ പ്രൊമോട്ട്സ് ലോജിക്കൽ ഡിവിഷൻ ഓഫ് വർക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സ്പെഷ്യലൈസേഷൻ ഉണ്ട്. എവറി ഫങ്ഷണൽ ഹെഡ് ഈസ് എൻ എക്സ്പെർട്ട് ഇൻ ഹിസ് ഏരിയ ആൻഡ് ഓൾ വർക്കേഴ്സ് ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് എക്സ്പെർട്ടൈസ്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് ഉണ്ടാവും, ഒരു എക്സ്പേർട്ട് ഉണ്ടാവും. ആ എക്സ്പേർട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു സർവീസ് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ വർക്കേഴ്സിനും ആ ഒരു എക്സ്പെർട്ടൈസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും ചെയ്യും. Then reduction of workload. Every functional head looks after one function only and therefore burden on top executives is reduced. വർക്ക് റെഡ്യൂസ് ചെയ്യും. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വർക്ക് ലോഡ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് വർക്ക് ലോഡ് കുറയും. ആ ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. Then higher efficiency. The workers are getting direction from expert. എക്സ്പേർട്ടിൽ നിന്നാണ് ഡയറക്ഷൻസ് ഒക്കെ വർക്കേഴ്സിന് കിട്ടുന്നത്. അതുകൊണ്ട് എഫിഷ്യൻസി കൂടുതലായിരിക്കും. Then easier staffing. Recruitment, selection and training of managers is simplified because each individual is required to have knowledge of one functional areas only. വളരെ പെട്ടെന്ന് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നടത്താനായിട്ട് പറ്റും. കാരണം ഓരോ ഫങ്ഷണൽ ഏരിയാസിലും അവിടുത്തേതായിട്ടുള്ള എക്സ്പേർട്ടുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവര് ആവശ്യമായിട്ടുള്ള, അവർക്ക് അറിയാം ഏതൊക്കെ രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ റിക്രൂട്ട് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. Then mass production. Mass production is possible due to specialization and standardization. സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഒന്ന്, വയലേഷൻ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. Subordinates get directions and orders from different functional managers. സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സും ഡയറക്ഷൻസും ഒക്കെ ഡിഫറെന്റ് ഫങ്ഷണൽ മാനേജേഴ്സിന്റെ അടുത്തുനിന്നാണ് കിട്ടുന്നത് അല്ലെ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? വൺ മാൻ വൺ ബോസ് ആണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സോ ദിസ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ ലാക്ക് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ കുറവാനുള്ള കാരണം ദർ ആർ സെപ്പറേറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. It is difficult to coordinate the diverse activities of a number of functional departments. ഒരുപാട് നമ്പർ ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ വളരെ കുറവായിരിക്കും അല്ലെ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ കുറവായിരിക്കും. Then complex relationship. There are too many cross relationship between department and individual. ഇന്റർ ഡിപ്പാർട്ട്മെന്റ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കൂടുതലാണ് അല്ലെ. ക്രോസ് റിലേഷൻഷിപ്പ് ആണുള്ളത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാം. Then conflicts. There are number of specialists of equal ranks. So there are chances of clash and conflict. ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ, ഒരേ റാങ്കിലുള്ള ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ക്ലാഷോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. Then delay in decision making. Several functional managers are to be consulted on single issue. It will cause delay to take decisions. Decision making delay ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചില ഫങ്ഷണൽ മാനേജേഴ്സ് ഒരു ചെറിയൊരു സിംഗിൾ ഇഷ്യൂ മാത്രമേ അത് അഡ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ മറ്റുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഒന്നോ രണ്ടോ ഇഷ്യൂസ് മാത്രമേ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഇഷ്യൂസിനൊക്കെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ഡിലേ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റിലൊക്കെ സർവ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒറ്റയടിക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഇനി നമുക്ക് പറയാനുള്ളതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. Line and staff organization. It is a combination of line and functional structures. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. എന്താണ് ലൈൻ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളായിട്ട് പറഞ്ഞിരുന്നു അല്ലെ. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത്.
Under it, line of authority flows in a vertical line in the same manner as in the line organization. ലൈൻ ഓർഗനൈസേഷനിൽ എന്തായിരുന്നു, ഒരു വെർട്ടിക്കൽ ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ട് അല്ലെ, വെർട്ടിക്കൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. അതിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ലൈൻ ഓർഗനൈസേഷനിൽ അല്ലെ. ഒരു ഹൈറാർക്കി ഉണ്ടാവും, അതൊരു യൂണിറ്റ് ഓഫ് കമാൻഡ് ആണ് അവിടെ നടന്നത്. വൺ മാൻ വൺ ബോസ് എന്ന രീതിയിലാണ് അല്ലെ. സ്കേലാർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഇൻ അഡീഷൻ, staff specialists are attached to line positions to advise them on important matters. വളരെ പ്രധാനപ്പെട്ട മാറ്റേഴ്സിൽ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈൻ പൊസിഷനിൽ നിൽക്കുന്ന മാനേജേഴ്സിന് ഒരു പ്രത്യേകമായിട്ട് ഒരു സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റും കൂടെ അഡീഷണൽ ആയിട്ട് വെക്കുന്നതാണ് എന്ത്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. അപ്പൊ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. മാനേജിംഗ് ഡയറക്ടറുടെ താഴെ വർക്ക്സ് മാനേജർ ഉണ്ട്. വർക്ക്സ് മാനേജറുടെ താഴെ പ്ലാന്റ് സൂപ്രണ്ട്, ദെൻ അവരുടെ താഴെ ഫോർമാൻ, അവരുടെ താഴെ വർക്കേഴ്സ്. ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നേരിട്ട് ഹൈറാർക്കി ഇങ്ങനെ പോകുന്നതാണ് ലൈൻ ഓർഗനൈസേഷൻ. ഇനി ലൈൻ ആൻഡ് സ്റ്റാഫ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മാനേജിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ട്, പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ പേഴ്സണൽ മാനേജർ ഉണ്ട്, ഒരു ചീഫ് അക്കൗണ്ടന്റും ഉണ്ട്. ഈ ഒരു ഡോട്ട് ലൈൻ ആണ് എന്ത്, സ്റ്റാഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. ഈ ഒറ്റ ലൈനാണ് നമ്മളെ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ റിപ്പയർ മെയിൻ്റനൻസ് ഓഫീസർ ഉണ്ട്. അത് പ്ലാന്റ് സൂപ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്പെഷ്യലിസ്റ്റുകളാണ് കേട്ടോ. ഇത് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫീസർ ഒക്കെ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവരെ സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പേഴ്സണൽ അസിസ്റ്റന്റ്, പേഴ്സണൽ മാനേജർ, ചീഫ് അക്കൗണ്ടന്റ് ഒക്കെ മാനേജിംഗ് ഡയറക്ടറെയും മറ്റുള്ള ആളുകളെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഡോട്ട് ഇട്ടതാണ് സ്റ്റാഫ്, അതുപോലെ തന്നെ ലൈന് വരുന്നത് ഈ നേരിട്ടുള്ള ഡയറക്റ്റ് ലൈൻ ആണ് കേട്ടോ. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് നോക്കാം. ഒന്ന് പ്ലാൻഡ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രൂപത്തിൽ, വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. റിലീഫ് ടു ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിന് റിലീഫ് കിട്ടും, കാരണം സ്പെഷ്യലിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വർക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു റിലീഫ് ലൈൻ മാനേജേഴ്സിന് ഉണ്ടാവും. ദെൻ ബെറ്റർ ഡിസിഷൻ ഡ്യൂ ടു അപ്ലിക്കേഷൻ ഓഫ് എക്സ്പെർട്ട് നോളജ്. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്, എക്സ്പെർട്ടൈസ് ആണ്, സ്പെഷ്യലിസ്റ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഡിസൈഡ് ചെയ്യാനും പറ്റും, കൂടുതൽ നല്ല രീതിയിലുള്ള എക്സ്പെർട്ട് നോളജ് അപ്ലൈ ചെയ്യാനും പറ്റും. ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വാൻസ്മെന്റ്. നല്ലൊരു അഡ്വാൻസ്മെന്റിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കും, കാരണം സ്പെഷ്യലിസ്റ്റുകൾക്ക് ഒരുപാടുണ്ടാവും ലൈൻ മാനേജേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. കൺഫ്യൂഷൻ ഇൻ റിലേഷൻഷിപ്പ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം സ്പെഷ്യലിസ്റ്റുകൾ എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് തന്നെ, മറ്റുള്ള ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ്. ചില സമയങ്ങളിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ തമ്മിൽ അവിടുത്തെ മാനേജേഴ്സും സ്റ്റാഫ് ഓർഗനൈസേഷനിൽ നിന്നും സ്പെഷ്യലിസ്റ്റുകളും ലൈൻ മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ഇൻഎഫക്റ്റീവ് ആൻഡ് ഇറസ്പോൺസിബിൾ സ്റ്റാഫ്. ചിലപ്പോൾ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഇറസ്പോൺസിബിൾ, ഇൻഎഫക്റ്റീവ് ഒക്കെ ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ലൈൻ മാനേജേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഹെൽപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനം നല്ല രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോവുക. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരുന്നത്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ ഓർഗനൈസിങ് എന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് അടുത്ത വീഡിയോ ക്ലാസ്സിലൂടെ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.